സീറോ മലബാർ സഭയിലെ അംഗങ്ങൾ, മെത്രാന്മാർ, പാദ്രിമാർ, യേശുവിനെ തിരുന്ന പരിപാടി ദയവായി നിർത്തിവെക്കണം. ഇതൊരപേക്ഷയാണ്. ദയവായി പരിഗണിക്കുക. കത്തോലിക്കരുടെ വിശ്വാസം അവർ സക്രമന്തിൽ കൂടെ, ദിവ്യബലിയിൽ കൂടെ, കുർബാനയിൽ കൂടെ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അവരെ മറ്റുള്ള ക്രിസ്തീയ സഭകളിൽ നിന്ന് പ്രത്യേകതയുള്ള ഒരു സഭയാക്കി മാറ്റി നിർത്തുന്ന വിശ്വാസ പ്രമാണം ഇതാണ്. ബാക്കിയുള്ളവർ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ആക്ഷരികമായി ഭക്ഷിക്കുന്നു എന്ന അവകാശം ഉന്നയിക്കുന്നില്ല. എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ മുറുകെയുള്ള പിടി. ആ പിടി വിടുകയില്ല, ഇന്നും വിട്ടിട്ടുമില്ല. അപ്പോൾ ന്യായമായും പൊന്തി വരുന്നൊരു ചോദ്യം, പ്രിയപ്പെട്ട കത്തോലിക്ക മെത്രാനെ, കത്തോലിക്ക കത്തനാരെ, കത്തോലിക്ക സഹോദര, കത്തോലിക്ക സഹോദരി, നിങ്ങൾ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും ഭക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ ഇപ്രകാരമാകുന്നത് എന്തുകൊണ്ടാണ്? ന്യായമായി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ ഉന്നയിക്കുന്നു, അത്രമാത്രം. ഭാരത സംസ്കാരത്തിൽ ഒരു സങ്കല്പമുണ്ടായിരുന്നത്, നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം നമ്മുടെ സ്വഭാവത്തെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരു തോതിലല്ലെങ്കിൽ മറ്റൊരു തോതിൽ സ്വാധീനിക്കും. ഇപ്പോൾ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായി പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരു മൃഗത്തെ കൊന്നു തിന്നുമ്പോൾ ആ കൊല്ലുന്ന സമയത്ത് ആ മൃഗത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വികാരം എന്തായിരുന്നുവോ അത് ആ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിൽ കൂടെ അങ്ങനെ ഭക്ഷിക്കുന്ന ആളുകളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ മൃഗീയമായി അവർ പ്രവർത്തിക്കുവാൻ ഇടയാക്കും എന്ന ഒരു വിശ്വാസം, അതിനെ ശാസ്ത്രീയമായ അടിത്തറയില്ല, സമ്മതിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു വിശ്വാസം ഭാരതത്തിൽ സഹസ്രാബ്ദങ്ങളായി സ്ഥിതി ചെയ്തിരുന്നു എന്നത് എന്നെപ്പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനത് ചെറുതായി ഓർമ്മപ്പെടുത്തുന്നു, അത്രമാത്രം. പുതിയതായിട്ടൊന്നും ആർക്കും ഉപദേശിച്ചു കൊടുക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ആ ഒരു തത്വം വെച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ മാംസ രക്തങ്ങളെ ഭുജിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്നവകാശപ്പെടുന്ന കത്തോലിക്കർ, അവർ ഇപ്രകാരം യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റി തന്നെ പരസ്പര വിവാദത്തിലേർപ്പെട്ട് പുതുതിരത്തിൽ വന്ന് തമ്മിലടിക്കുകയും തലകീറുകയും ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭാരത സംസ്കാരത്തിൻ്റെ സന്തതികളായ വ്യക്തികൾ ന്യായമായും ചോദിക്കാവുന്നൊരു ചോദ്യം, നിങ്ങൾ ഏത് മൃഗത്തിൻ്റെ മാംസമാണ് ഭക്ഷിച്ചത്? അങ്ങനെ ചോദിക്കാൻ കാര്യം, എനിക്ക് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി പല തട്ടങ്ങളിലുള്ള ഹിന്ദു സഹോദരീ സഹോദരങ്ങളെ നന്നായി പരിചയമുണ്ട്. അവരിൽ ഒരു വ്യക്തി പോലും RSSകാരാകട്ടെ, ബജ്രംഗ് ദളുകാരാകട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ, നിരീശ്വരവാദികളാകട്ടെ, അന്യമതസ്ഥരാകട്ടെ, ആരും തന്നെ യേശുവിനെ പറ്റി ഒരു ചീത്ത വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറയുന്നവർ അവിടെ ഇവിടെ ഉണ്ടായിരിക്കുമില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് മാത്രവുമല്ല, യേശുവിനെ പറ്റി ആരൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവരെല്ലാം തന്നെ വളരെയധികം ബഹുമാനത്തോടു കൂടെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഞാനൊരു 13 വർഷത്തോളം ഡൽഹിയിൽ മിനിസ്ട്രി ടു ക്രിസ്ത്യൻസ് ഇൻ പാർലമെൻറ്റ് എന്ന ഒരു മിനിസ്ട്രി നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം അക്രൈസ്തവരായ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുമായി അടുത്ത
ഇടപഴകുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന മീറ്റിങ്ങുകളിൽ അനേക മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് MP വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവർ ബഹുഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളായിരുന്നു. അവരൊക്കെ ആ സമയത്ത് സ്റ്റേജിൽ കയറി യേശുവിനെ പറ്റി അവരുടെ ധാരണ എന്താണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിൽ PD സതീശൻ നടത്തുന്ന അതിമനോഹരമായ സുവിശേഷ പ്രസംഗങ്ങൾ, അത് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ കേൾക്കേണ്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തെ സ്വാംശീകരിച്ചുകൊണ്ട് അദ്ദേഹം യേശുവിനെ പറ്റിയുള്ള 7 വെളിപ്പെടുത്തലുകളെ പെട്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം അതീവ ശ്രദ്ധേയമായിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്രകാരം യേശുവിൻ്റെ സുവിശേഷത്തെ ഗ്രഹിക്കുകയും ഭക്തി ആദരവുകളോടുകൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അനേക ക്രിസ്തീയ പുരോഹിതന്മാരെ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇപ്പോൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞതുപോലെ VD സതീശനെ ഉടനെ ഒരു ബിഷപ്പാക്കണമെന്ന് ഞാൻ പറയുകയുമില്ല. അത് അദ്ദേഹത്തിൻ്റെ നന്മ, VD സതീശൻ്റെ നന്മ, വിശാല മനസ്കത എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം യേശുവിൻ്റെ ശരീരരക്തങ്ങളെ അക്ഷരീകമായി ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നവകാശപ്പെടുന്ന കത്തോലിക്കർ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയോസിസിലെ, ഡയോസിസ് എന്ന് പറഞ്ഞാൽ അതിരൂപത, ഇപ്പോൾ അതിരൂപത എന്ന വാക്ക് മാറ്റിയിട്ട് പൊതുവായി ഇപ്പോൾ അടിരൂപത എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും അത് ഉപയോഗിക്കുന്നവരുടെ നർമ്മബോധത്തിന് വിട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി ഡയോസിസിലെ സഹോദരി സഹോദരന്മാർ, സഹവിശ്വാസികൾ ഈ ഒരു വിഷയത്തെപ്പറ്റി അല്പം ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ അവരോട് അപേക്ഷിക്കാം. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ ദൃശ്യം, അനേക നാളുകൾക്ക് മുൻപ് ഡൽഹിയിൽ ഒരു കോൺവെൻറ്റ്, കത്തോലിക്ക കോൺവെൻറ്റ്, കന്യാസ്ത്രീകളുടെ കോൺവെൻറ്റ്, അവിടെ ഒരു ആരാധനയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അത് സസന്തോഷം സ്വീകരിക്കുകയും ഞാൻ അവിടെ പോയി എൻ്റെ കഴിവുകേട് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവരോടുകൂടെ ലഞ്ച് കഴിക്കാനായിട്ട് അവർ നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ അവരോട് ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ ഡൈനിങ് റൂമിലേക്ക് പോയി. അപ്പോൾ ലഞ്ച് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ നെല്ലിക്ക പിക്കിൾ അവിടെ ആരോ സംഭാവന ചെയ്തത് കൊണ്ടുവന്ന് വെച്ചു. ഉടനെ ആൾ പറഞ്ഞു, അയ്യോ, നെല്ലിക്ക പിക്കിൾ ഇവിടെ കൊണ്ടുവെക്കരുത്, ഇവിടെ വെച്ചാൽ സിസ്റ്റർ മേരീസ് കറിയയ്ക്ക് ഇതിനോട് അലർജിയാണ്, അവിടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ സാധാരണ ആളുകൾ, നിങ്ങളും ഞാനും നെല്ലിക്ക പിക്കിൾ കഴിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സിസ്റ്റർ മേരീസ് കറിയ നെല്ലിക്ക പിക്കിൾ കഴിച്ചാൽ അത് അവരുടെ ജീവൻ ഒടുക്കുവാൻ ഇടയാകും എന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് നെല്ലിക്ക അലർജി എന്ന് പറയും. ചിലർക്ക് മുളക് അലർജിയുണ്ട്, ചിലർക്ക് ഉള്ളി അലർജിയുണ്ട്, ചിലർക്ക് വെളുത്തുള്ളി അലർജിയുണ്ട്, ചിലർക്ക് ഗോതമ്പ് അലർജിയുണ്ട്, അങ്ങനെ മറ്റും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അലർജിയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ആകെപ്പാടെ മനസ്സിലാകുന്നത്, സീറോ മലബാർ സഭയിലെ ആളുകൾക്ക് ജീസസ് അലർജി, സിസ്റ്റർ മേരീസ് കറിയായിക്ക് പിക്കിൾ അലർജി എന്ന് പറഞ്ഞതുപോലെ സീറോ മലബാർ സഭയിലെ ആളുകൾക്ക് ജീസസ് അലർജി ഉണ്ട് എന്നത് ഇപ്പോൾ നന്നേ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ ഇത് ഭക്ഷിക്കുകയും അത് ഭക്ഷിച്ച ശേഷം ഭ്രാന്ത് പിടിച്ചവരെ പോലെ തമ്മിൽ തല്ലുകയും തലകീറുകയും പിന്നെ പോലീസുകാർ വന്നെങ്കിലേ അപകടമില്ല, ഞങ്ങൾക്ക് 2 നിമിഷം നിൽക്കാനൊക്കത്തുള്ളൂ എന്ന ഒരവസ്ഥയിൽ അവർ ആയിത്തീരുകയും ചെയ്യുന്നു. അവരെ ഒട്ടും അല്പം പോലും ഞാൻ വിമർശിക്കുന്നില്ല, കുറ്റം വിധിക്കുന്നില്ല. ഇത് മുഴുവനും യേശുവിൻ്റെ തലയിലാണ് വെക്കേണ്ടത്. യേശു മാത്രമാണ് അതിന് ഉത്തരവാദി. തൻ്റെ ശരീരരക്തങ്ങൾ
പാവപ്പെട്ട ഈ കത്തോലിക്കർക്ക് പിടിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ കരുണയെങ്കിലും യേശു കാണിക്കേണ്ടതാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഇങ്ങനെ ഭക്ഷിക്കുന്നതിന് പകരം വല്ല പാമ്പിനെയോ കീരിയെയോ തവളയെയോ പിടിച്ച് അതിൻ്റെ ശരീരരക്തങ്ങളെ ഇനിയുള്ള നാളുകളിൽ, അങ്ങോട്ടുള്ള നാളുകളിൽ ഭക്ഷിക്കത്തക്കവണ്ണം ഈ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസസിലെ മെത്രാന്മാർ തൊട്ട് സാമാന്യ ജനം വരെ കൂട്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഭ്രാന്ത് വിട്ടുപോകുകയും നിങ്ങൾ സാമാന്യ മനുഷ്യരെ പോലെ പരസ്പരം സഹോദരങ്ങളായതുകൊണ്ട് അങ്ങോട്ടും അടിക്കുകയും കടിക്കുകയും തൊഴിക്കുകയും വേണ്ട, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ സാധ്യതയുണ്ട് എന്ന സാധ്യതയെങ്കിലും ഒന്ന് പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. എന്നാൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായി ഇപ്രകാരം പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുകിൽ യേശു വിഷമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇപ്പോൾ മറ്റുള്ളവരെ പോലെ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ദിവ്യബലി എന്ന് പറഞ്ഞ് ഭക്ഷിക്കുന്നത് അപ്പക്കഷ്ണങ്ങളും മുന്തിരിച്ചാറുമാണെന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നമില്ല. എന്നാൽ നിങ്ങളുടെ അവകാശം എന്താണ്? ഞങ്ങൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ അക്ഷരീകമായി ഭക്ഷിക്കുന്നു. പക്ഷെ അതുകൊണ്ട് യേശുവിൻ്റെ ശരീരവും രക്തവും ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ പിശാചാണ് കയറുന്നത്. നമ്മുടെ മനസ്സ് നിറച്ച് വിഷം കൊണ്ട് നിറയുന്നു. ഞങ്ങളുടെ തലച്ചോറിൽ ഭ്രാന്താണ്. ഞങ്ങൾ അതിനുശേഷം യേശു പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. പക്ഷേ ഞങ്ങൾ അതിനുശേഷം യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ഉടനെ ഞങ്ങൾ പരസ്പരം കടിക്കും എന്നൊരവസ്ഥയിലാണെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പോംവഴി കണ്ടേ മതിയാകത്തുള്ളൂ. ഇത്രയും നാളായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പോംവഴി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. മനസ്സുണ്ട് എടുക്ക്. പോംവഴി ഇതാണ്. നിങ്ങൾ ദയവായി ആ പാവപ്പെട്ട യേശുവിനെ അങ്ങ് വിട്. നസ്രേയൻ യേശുവിനെ അങ്ങ് വിട്. അവന് നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? അവനെ അങ്ങ് വിട്, ദയവായി വിട്. നാട്ടിൽ എത്രയോ തവളയും കീരിയും പാമ്പും ഒക്കെ ഉണ്ട്. അതിനെ പിടിച്ച് അതിൻ്റെ മാംസവും രക്തവും കഴിച്ചോണ്ട് എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധം വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒന്നുമല്ല, കേരളത്തിലെ ക്രമസമാധാന നിലയെങ്കിലും ഇത്ര അപകടത്തിലാകാതെ കഴിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തലവേദനയില്ലാതെ കഴിയാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വളരെ സ്പഷ്ടമാണ്. യേശുവിൻ്റെ ശരീരരക്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ പിടിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് വലിയ നാശവും നഷ്ടവും അപകടവും വരുത്തുന്നുണ്ട്. നിങ്ങളുടെ മനുഷ്യത്വത്തെ 100% നശിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങൾക്കുള്ള ബോധം പോലും ഇല്ലാത്തവണ്ണം നിങ്ങളെ പാതാളത്തിൻ്റെ കുഴിയിൽ കൊണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി യേശുവിൻ്റെ ശരീരരക്തങ്ങളെ യേശുവിനെ ഭക്ഷിക്കുന്ന പരിപാടി ഉടനെ നിർത്തണം. അതിന് പകരം വേറെ എന്തുമായിക്കൊള്ളട്ടെ, ബീഫ് ഒഴിച്ച് ബീഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ വരും. കാട്ടുപോത്തിൻ്റെ ശരീരരക്തങ്ങളായിക്കൊള്ളട്ടെ, അതൊക്കെ എത്രയോ നല്ലതാണ്, ഇതിനേക്കാൾ എത്രയോ നല്ലതാണ്. പിന്നെ പൊതുവായി പറഞ്ഞാൽ, ക്രിസ്ത്യാനികളെ പൊതുവായി പറഞ്ഞാൽ, അവർ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും തുല്യമാണ്. ഞായറാഴ്ച പോയി വാ വിളിക്കുന്നു, കത്തനാരതാണ്ട് ഇട്ട് കൊടുക്കുന്നു, വാ അടച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു, തിങ്കളാഴ്ച രാവിലെ കക്കൂസിൽ പോകുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ അമേദ്യമാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ പൊതുവേ നടക്കുന്നത്. അവൻ്റെ ശരീരരക്തങ്ങളെ ഭക്ഷിച്ചു എന്നതിൻ്റെ യാതൊരു തെളിവും ഒരുത്തൻ്റെയും വ്യക്തിത്വത്തിലും സ്വഭാവ
ക്രമത്തിലും നമുക്ക് ആർക്കും കാണാൻ കഴിയുകയില്ല. ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, അല്ലാതെ എന്നെ ഒഴിച്ചു നിർത്തിയിട്ടല്ല പറയുന്നത്. ദീർഘനാളുകൾ ഇത് ഭക്ഷിച്ചും വിശ്വാസത്തോടെ സ്വീകരിച്ചുമൊക്കെ ഇരുന്നിട്ട് എൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങളുടെ അവസ്ഥ വ്യത്യസ്തമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുറ്റബോധം, ഞാനിതാണ്ട് 65 വർഷത്തോളവും, കുറഞ്ഞ പക്ഷേ 60 വർഷത്തോളവും യേശുവിൻ്റെ ശരീര രക്തങ്ങളെ വെറും അമേദ്യമാക്കി മാറ്റിയല്ലോ എന്ന ഒരു വലിയ കുറ്റബോധവും വൈക്ലഭ്യവും ഞാൻ നന്നേ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളും അപ്രകാരമായിരിക്കും. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ മാറ്റിയിട്ട് കുറച്ചുകൂടെ സത്യസന്ധമായി ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. കുറഞ്ഞ പക്ഷം അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത്, സീറോ മലബാർ സഭ ഉടനെ ചെയ്യേണ്ടത് പത്രത്തിലൊരു പരസ്യം കൊടുക്കുക. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണല്ലോ. ജനുവരി 26 തൊട്ട് ഈ സഭ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുന്നത് പരിപാടി, ഒരു പാരമ്പര്യം നിർത്തിയിരിക്കുന്നു. കാരണം യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അതുകൊണ്ട് അതിന് പകരം എന്താണ് കൊടുക്കേണ്ടതെന്നതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടിയാൽ ഉടനെ അടുത്ത പരസ്യത്തിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. എന്നൊരു പരസ്യമെങ്കിലും കൊടുത്ത് കേരളത്തിലെ ജനം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിന് അല്പം ഒരു ഇളവ് അവർക്ക് നൽകണം. അത് ഈ റിപ്പബ്ലിക് ഡേ ദാനമായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന ഒരു അപേക്ഷ ഈ ഉള്ളവനുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ മേരി സ്കറിയായുടെ നെല്ലിക്ക അലർജി മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്കും ഒരു അലർജിയുണ്ട്. അതിൻ്റെ പേര് ജീസസ് അലർജി എന്നാണ്. അതുകൊണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് സിസ്റ്റർ മേരി സ്കറിയ എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ ശരീരത്തിന് പിടിക്കാത്ത ഈ ജീസസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ കുർബാന പിക്കിളില്ലേ, അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മറ്റെന്തെല്ലാം പിക്കിളുണ്ട് അതെടുത്ത് നിങ്ങൾ കഴിക്കുകയും അതിനുശേഷം സമാധാനത്തോടെ സാഹോദര്യബോധത്തിൽ ഒരുമിച്ച് വസിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കിടയാകട്ടെ. നാരായണ ഗുരുവിൻ്റെ ആ പ്രാർത്ഥന കൂടെ നിങ്ങൾ പലപ്പോഴുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം. ജാതിമത ഭേദമന്യേ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമായി കേരളം വാഴട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ കിഴക്ക് പടിഞ്ഞാറ് ഭേദമന്യേ ഏവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സഭയായി സീറോ മലബാർ സഭ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസിസ് വളരട്ടെ. നിങ്ങൾ വാഴട്ടെ. ജയ് ഹിന്ദ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബാറയ്ക്ക് മോറോൻ. കുറിയേലൈസോൻ. താങ്ക് യു.